ഓക്കെ, ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് സർക്കം സെൻറ്റർ, സെൻട്രോയിഡ്, ഇൻ സെൻറ്റർ, ഓർത്തോ സെൻറ്റർ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇതെല്ലാമായിരിക്കും നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോയിഡാണ്. ആദ്യമായിട്ട് വരുന്നത് സെൻട്രോയിഡ്, അതായത് കോർഡിനേറ്റ് ജിയോമെട്രീൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ തന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നെന്ന് വിചാരിക്കാം. 3 സൈഡിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ വരുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഓക്കെ, ഇതാണ് സെൻട്രോയിഡ് എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3യും y കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3യും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സിനെ അത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ മീഡിയൻ ആണെന്നറിയാം. മീഡിയൻസിൻ്റെ ജോയിനിങ് പോയിന്റ് ആണെന്തെന്ന് പറയും സെൻട്രോയിഡ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരാൻ പോകുന്നത് x2 പ്ലസ് x3 ബൈ 2, കാരണം സെൻട്രൽ പോയിന്റ് ആണ്. അതുപോലെ തന്നെ y2 പ്ലസ് y3 ബൈ 2. ഓക്കെ, ഇതായിരിക്കും ആ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി സെൻട്രോയിഡിൻ്റെ കേസിൽ വേറൊരു പ്രോപ്പർട്ടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോയിഡ് ഈ വരുന്ന മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യും. സെൻട്രോയിഡ് ഈ ഒരു മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ ഫോർമുല പഠിച്ച അനുസരിച്ച് ഈ ഒരു പോയിന്റ്, അതായത് സപ്പോസ് ഈ ഒരു പോയിന്റ് എ ആണെന്ന് വിചാരിച്ചോ. ഈ എയിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ സെക്ഷൻ ഫോർമുലയിൽ പഠിച്ചത് 2 ഇൻറ്റു ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്, 2 ഇൻറ്റു അതിൻ്റെ എക്സ് കോർഡിനേറ്റ് പ്ലസ് 1 ഇൻറ്റു ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. അതായിരിക്കും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഇനി വൈ കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 2 ഇൻറ്റു താഴത്തെ വൈ കോർഡിനേറ്റ് 1 ഇൻറ്റു മുകളിലത്തെ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. ഓക്കെ, ഇവിടെ ഒരു ബൈ 2 ഉണ്ടായിരുന്നു, ഞാൻ വിട്ടു പോയതാണ്. ഓക്കെ, ആ ബൈ 2ഉം ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ബാക്കി പോയിട്ട് എന്ത് വരും? x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, അതുപോലെ തന്നെ y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിനുള്ള കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഇനി സെൻട്രോയിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഇൻസെൻറ്റർ. സെൻട്രോയിഡ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഇൻസെൻറ്റർ. ഓക്കെ, ഞാൻ ഈ ഒരു ട്രയാങ്കിൾ പേര് കൊടുക്കുന്നത് ABC എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് A, ബിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് B, സിൻ്റെ ഓപ്പോസിറ്റുള്ള ലൈൻ്റെ ലെങ്ത് C എന്ന് പറഞ്ഞ് എടുത്തെന്ന് വിചാരിക്കാം. ഇനി കോർഡിനേറ്റ്സ് x1 y1. ഓക്കെ, രണ്ടാമത്തത് x2 y2 ഇത് x3 y3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻസെൻറ്ററിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ A ഇൻറ്റു ഓപ്പോസിറ്റ് ഉള്ളത് x1, B ഇൻറ്റു ഓപ്പോസിറ്റ് ഉള്ളത് x2, C ഇൻറ്റു ഓപ്പോസിറ്റ് ഉള്ളത് x3 ഡിവൈഡഡ് ബൈ, ഈ C എന്ന് ഉദ്ദേശിച്ച ഈ ലെങ്ത് ആണ്, എയും ബിയും സിയും ലെങ്ത് ആണ്, ഡിവൈഡ് ബൈ A പ്ലസ് B പ്ലസ് C. അതുപോലെ തന്നെ വൈൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ A y1, B y2, C y3 ഡിവൈഡഡ് ബൈ A പ്ലസ് B പ്ലസ്
സി ആയിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഇൻസെൻറ്റർ വരുന്നത്. അതിന് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ലൈന് തന്നിട്ടുണ്ടെങ്കിൽ ഇൻസെൻറ്ററിൻ്റെ കേസ് നമുക്കറിയാം. ഇൻസെൻറ്ററിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇൻസെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആംഗിൾ ബൈസെക്ടറിൻ്റെ മീറ്റിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ 3 ആംഗിളിൻ്റെയും ബൈസെക്ടർ വന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസെൻറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ ഇൻസെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസെൻറ്റർ ഈ താഴെ കിടക്കുന്ന ലൈനിനെ നിങ്ങൾ നോക്കണം, ഇവിടുത്തെ ലൈൻസിൻ്റെ റേഷ്യോ C/B ആണ് അല്ലേ, മുകളിലത്തെ ലൈൻസ് C/B ആണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന ലൈനിനെയും കട്ട് ചെയ്യുന്നത് C/B എന്ന റേഷ്യോയിലായിരിക്കും. ഒന്നാമത്തെ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഇൻസെൻറ്റർ ഈ വരുന്ന ലൈന് ആംഗിൾ ബൈസെക്ടറായിട്ട് വരുന്ന ലൈന് B+C A, അതായത് ഇത്രയും പോർഷൻ്റെ ലെങ്ത് B+Cയും ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് A എന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഈ 2 പ്രോപ്പർട്ടിയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പോയിന്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. ഈ പോയിന്റിനെ എങ്ങനെ കണ്ടുപിടിക്കും, സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, Bx2 + Cx3 ഡിവൈഡ് ബൈ B+C. അതുപോലെ തന്നെ y കോർഡിനേറ്റ് എന്ത് വരും, By2 + Cy3 ഡിവൈഡ് ബൈ B+C. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കട്ട് ചെയ്യുന്ന റേഷ്യോ, ഈ ഒരു ലൈനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഈ ഒരു ലൈനെ കട്ട് ചെയ്യുന്ന റേഷ്യോ B+C എന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ B+C ഇൻറ്റു ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇൻറ്റു A ഇൻറ്റു ഇതിൻ്റെ കോർഡിനേറ്റ്, ആ ഒരു രീതിയിലായിരിക്കും അടുത്ത വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ B+C ഇൻറ്റു എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ B+C ഇൻറ്റു ഈ സാധനം വരും അല്ലേ. ഈ സാധനം വരുമ്പോൾ ആ B+Cയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി അവിടെ എന്ത് വരും, Bx2 + Cx3 പ്ലസ് ഇവിടെ എന്താ വരുന്നത് A ഇൻറ്റു x1. താഴെയാണെങ്കിൽ എന്ത് വരും, A + B + C, A + B + C വരും. അതുപോലെ തന്നെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ B+C ഇൻറ്റു ഈ ഒരു ഐറ്റം വരും. അപ്പോൾ ആ B+Cയും ക്യാൻസൽ ചെയ്തു പോയിട്ട് എന്ത് വരും, By2 + Cy3 + A ഇൻറ്റു y1 ഹോൾ ഡിവൈഡഡ് ബൈ A + B + C എന്ന് പറഞ്ഞു വരും. അതല്ലേ ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ. ഇതിങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻസെൻറ്ററിൻ്റെ കേസ് വരുന്നത്. ഇനി അടുത്തത് സർക്കംസെൻറ്ററിനെ ഒരിക്കലും കാണാതെ പഠിക്കരുത്. സർക്കംസെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷനും കാണാതെ പഠിക്കേണ്ട, അത് കിട്ടുന്ന ടൈമിൽ ഫോം ചെയ്തെടുത്താൽ മതി. അതായത് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ പോയിന്റ് എടുത്തു, x1 y1 ഇത് x2 y2 x3 y3. നമുക്ക് സർക്കംസെൻറ്റർ അറിയാം. സർക്കംസെൻറ്റർ വരുമ്പോൾ ഒരു സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അതാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ 4 വേർട്ടിസസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലേ, 3 വേർട്ടിസസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും വരുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാലും സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. കാരണം എന്തുവാ, അത് സർക്കംസെൻറ്റർ ആണ്. ഓക്കെ, അത് സർക്കംസെൻറ്റർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പോയിന്റ് XY എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ. നമുക്കറിയാം, എന്താ അറിയാം, ഇത് XY ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് x - x1 the whole square പ്ലസ് y - y1 the whole square ഇതാണെന്ന് നമുക്കറിയാം. ഇത് റേഡിയസ് അല്ലേ, ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ വരുന്നത്. അപ്പോൾ അത് ഈക്വൽ ടു അടുത്ത പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചു ഞാൻ, റൂട്ട് ഓഫ്
എക്സ് മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതായി. അടുത്തത് ഈക്വൽ ടു, മൂന്നാമത്തെ പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചു, എക്സ് മൈനസ് എക്സ് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ ത്രീ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് എല്ലാ സൈഡിലും റൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ റൂട്ട് വേണമെങ്കിൽ അങ്ങ് എടുത്ത് കളയാം അല്ലേ. എല്ലാ സൈഡിലും റൂട്ട് ഉള്ളതുകൊണ്ട് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങ് പോകും. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങ് പോകും. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ മേലാത്തതായിട്ട് എക്സും ഉണ്ട് വൈയും ഉണ്ട്, രണ്ട് അൺനോൺ ഉണ്ട്. അത് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം അല്ലേ. മൂന്ന് വെർട്ടിസസ് സപ്പോസ് വന്നെന്ന് വിചാരിച്ചു, ഇത് 2 3, ഇത് 4 5, ഇത് 5 4, ഇത് 4 5, ഇത് 5 6 6 7 എന്ന് പറഞ്ഞ് വന്നെന്ന് വിചാരിച്ചു. ഈ എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് അൺനോൺ വേണം. രണ്ട് അൺനോൺ ആണുള്ളത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ വേണം. രണ്ട് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എക്സിൻ്റെയും വൈൻ്റെയും ടേംസിൽ സപ്പോസ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് വിചാരിക്കാം, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2x പ്ലസ് 3y മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. അടുത്ത രണ്ടാമത്തെ സെറ്റ് എടുക്കുക. ഓക്കെ, ഒന്നെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാം, ഏത് സെറ്റ് വേണമെങ്കിലും എടുക്കാം. അതെടുക്കുമ്പോൾ നമുക്ക് സപ്പോസ് വേറൊരു ഇക്വേഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് വേരിയബിൾ ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടും. അതായിരിക്കും സർക്കം സെൻറ്റർ ആയിട്ട് വരുന്നത്. അപ്പം അത് കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ കാര്യം അറിഞ്ഞു പഠിച്ചാൽ മതി. റേഡിയസ് ആയ കൊണ്ട് തന്നെ അത് ഈക്വൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ സോൾവ് ചെയ്യുക, ഇക്വേഷനായിട്ട് പഠിച്ചു വെക്കാതിരിക്കുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഓർത്തോ സെൻറ്റർ. നമ്മൾ ആക്ച്വലി ഓർത്തോ സെൻറ്ററിനും ഇക്വേഷനായിട്ട് പഠിക്കത്തില്ല, നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓർത്തോ സെൻറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം, ഓർത്തോ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഈ പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യുന്നതാണ് ഓർത്തോ സെൻറ്റർ എന്നറിയാം. സപ്പോസ് ഞാനൊരു ഈ ഒരു പോയിന്റ് 4 - 2 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിന്റ് ബി 5 5, ഇത് എ, ഇത് ബി. ഇപ്പോൾ പറയുന്ന ഓർത്തോ സെൻറ്റർ ആണ്. ഇത് -2, ഇത് 4 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓർത്തോ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വരുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്നും വരുന്നതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. വേണ്ട, നമുക്ക് ആദ്യം ഇത് വരയ്ക്കാം. ഓക്കെ, ഇത് വരുന്നതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ആദ്യത്തെ ഈ രണ്ട് ലൈൻ മാത്രം കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ ബി സി എന്നൊരു ലൈനും ഈ വരുന്ന ലൈനുമാണ് എടുക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി സി എന്ന ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബി സി എന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എത്ര എന്ന് പറഞ്ഞു കിട്ടും? 7 എന്ന് പറഞ്ഞു കിട്ടും അല്ലേ. സ്ലോപ്പ് 7 എന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ -1/7 വരത്തില്ലേ? കാരണം നമുക്കറിയാം m1 m2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആക്ച്വലി m1 m2 ഈക്വൽ ടു -1 ആണ് പെർപെൻഡിക്കുലർ ആകുന്ന കേസിൽ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്ലോപ്പും അറിയാം, ഒരു പോയിന്റും അറിയാം ആ ഒരു ലൈനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തൂടെ? എങ്ങനെയായിരുന്നു? y മൈനസ് y1, ഇവിടെ y1 -2 ആണ്, പ്ലസ് ഈക്വൽ ടു -1/7, അതായത് m ഓക്കെ, എക്സ് മൈനസ് x1. ഇതായിരിക്കും ആ ഒരു ലൈൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ലൈൻ്റെ ഇക്വേഷനായിട്ട് കിട്ടാൻ പോകുന്നത്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y+2 ഈക്വൽ ടു -x
പ്ലസ് 4. ഓക്കെ, ഈ 7 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? 7y14 ഇങ്ങനെ പറഞ്ഞ് കിട്ടും അല്ലേ? ഓക്കെ, അവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും എക്സിൻ്റെയും വൈൻ്റെയും ടൈമിൽ. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈൻ എടുക്കാമെന്ന് വിചാരിക്കാം. AC എന്നൊരു ലൈൻ എടുക്കാമെന്ന് വിചാരിക്കാം. അതിൻ്റെ സ്ലോപ്പ് എത്ര വരും? അതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y മൈനസ് ഇതാണ് ഞാൻ ഇത് ഫസ്റ്റ് ഇതാ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് -1 എന്ന് പറഞ്ഞു കിട്ടും. അതിൻ്റെ സ്ലോപ്പ് -1 ആണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം m1 m2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 വരണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 1 എന്ന് പറഞ്ഞു. ഇത് 1 ആണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ y മൈനസ് 5 1 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. സ്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുത്തപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ 2 വേരിയബിൾ കിട്ടും, 2 ഇക്വേഷൻ ഉണ്ട്. 2 വേരിയബിൾ വരും. എക്സിൻ്റെയും വൈൻ്റെയും ടൈമിൽ ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, എക്സിൻ്റെയും വൈൻ്റെയും ടൈമിൽ ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും കിട്ടും. അല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷനിൽ ഓർത്തോ സെൻറ്റർ കാണുമല്ലോ. ഒരു കോർഡിനേറ്റ്സ് ആയിട്ട് 4 ഓപ്ഷൻ കാണും. ABCD 4 ഓപ്ഷനകത്ത് കുറച്ച് പോയിന്റ് അവിടെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഈ പോയിന്റ് 2 ലൈനിലും കിടക്കുന്ന ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ലൈനിലും കിടപ്പുണ്ട്, ഇവിടുന്ന് വരുന്ന ലൈനിലും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഈ പറയുന്ന ഇക്വേഷനിൽ ഇടുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പറയുന്ന ഇക്വേഷനിൽ ഇടുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെ സ്ഥാനത്ത് ഇടുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അതായത് ഇവിടെ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, പകരം എന്ത് ചെയ്താൽ മതി? പകരം എന്ത് ചെയ്യണം? എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് ആ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞ് മിക്കവാറും 0 ആയിട്ടായിരിക്കും ഇക്വേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എക്സിൻ്റെ വൈൻ്റെ അറേഞ്ച് ചെയ്ത് കഴിക്കുമ്പോൾ 0 കിട്ടും. ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഓർത്തോ സെൻറ്ററിൻ്റെ കേസ് വരുന്നത്. ഇതൊന്നും നമുക്ക് ഓർത്തോ സെൻറ്റർ നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെറ്റരുത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മളിപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു ട്രയാങ്കിളിന് 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അതിന് ലെങ്തി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. എന്തുവാ, നമ്മുടെ പ്രൂഫൊക്കെ ഉണ്ട്. അത് നമുക്ക് ആക്ച്വലി വേണ്ട, പ്രൂഫ് വേണ്ട. ഇപ്പോൾ ഞാൻ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കാണാതെ പഠിക്കേണ്ട ഒരു ട്രിക്കുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനാണ് 3 കോർഡിനേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കറിയാം ഉറപ്പായിട്ടും ട്രയാങ്കിളിലെ ഏരിയയിൽ 1/2 വരും എന്ന് പറയാം. അപ്പോൾ ആ 1/2 അങ്ങനെ തന്നെ എഴുതുക. ഇനി അടുത്തത് കുറച്ച് മൾട്ടിപ്പിൾ വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ, ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഒരു ഓർഡറിൽ പോയിന്റ്സ് എടുത്തു പോകുമെന്ന് വിചാരിക്കാം. x1 y1 താഴെ എഴുതുക, അടുത്ത വരുന്ന x3 ആണ്, ഇപ്പോൾ y3 താഴെ എഴുതുക, അടുത്ത വരുന്ന എന്തുവാ x3 ആണ്, ഇത് ഇവിടെ x3, ഇവിടെ x2 y2. ഓക്കെ, x2 ആണ്, ഇവിടെ y2 എഴുതുക. ഓക്കെ, അടുത്തത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏതെടുത്തോ അത് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും എന്ത് ചെയ്യണം? ലാസ്റ്റ് ഇപ്പോൾ ഇതിൽ ഈ ഒരു പോയിന്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ x3 y3, അടുത്ത x2 y2 വന്നു, x1 y1 വന്നു, x3 y3 എന്ന് പറഞ്ഞെടുക്കണം. ഓക്കെ, ഏത് പോയിന്റിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു ഇങ്ങോട്ടേക്കുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, x2 y2 പ്ലസ് x2 y1 പ്ലസ് x1 y3 ഓക്കെ, മൈനസ്
മൈനസ് ഇടുക. എന്നിട്ട് അടുത്തത് നമ്മൾ ഇങ്ങോട്ടേക്കുള്ളത് എത്ര വരും? x2y3 ഓക്കെ പ്ലസ് x1y2 പ്ലസ് x3y1. ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. അല്ലാതെ നമ്മൾ എഴുതി വെച്ച് ഈ x2y2 x2y1 അങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, തെറ്റാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അതായത് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ചുമ്മാ ഒരു പോയിന്റ് എടുക്കുകയെന്ന് വിചാരിച്ചു. ചുമ്മാ നമ്മൾ ട്രയാങ്കിളിലെ മൂന്ന് പോയിന്റ് 2 3 അതുപോലെ തന്നെ ഇത് ഞാൻ 4 5 ഇത് 5 6 എന്ന് എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു ആദ്യം നമുക്കത് എഴുതാം അല്ലേ. 2 3 4 5 5 6 വീണ്ടും 2 3 എഴുതുക. ഓക്കെ, 2 3 എഴുതുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇതായ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ടുള്ള വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് 5 × 2 10 പ്ലസ് 24 പ്ലസ് 15 മൈനസ്. ഓക്കെ, ഒന്നെങ്കിൽ മൈനസ് ഓഫ് എടുത്തിട്ട് ഇടാം, അല്ലെങ്കിൽ ഓരോന്നിനും നമുക്ക് മൈനസ് കൊടുത്ത് ചെയ്യാം. 12 മൈനസ് 25 മൈനസ് 8. ഓക്കെ, ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10ഉം ഇതും കൂടി പോയി കഴിഞ്ഞാൽ -2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതുപോലെ 24ഉം ഇതും കൂടി പോയി കഴിഞ്ഞാൽ -1 എന്ന് എഴുതാം. ഇതും കൂടി പോയി കഴിഞ്ഞാൽ 7 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7 4 2 യൂണിറ്റ് ആയിരിക്കും ട്രയാങ്കിളിൻ്റെ എന്തായിട്ട് വരുന്നത്? ഏരിയ ആയിട്ട് വരുന്നത്. ഇനി ചില സമയത്ത് 3 പോയിന്റുകൾ തന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് പറയും. കൊളീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3ഉം ഒരേ ലൈനിൽ കിടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സാധാരണ 3 പോയിന്റ് തരുമ്പോൾ നമ്മൾ അതെന്തുവാ ട്രയാങ്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. നമുക്ക് മൂന്ന് പോയിന്റ് ഉള്ള ഒരു ബേസിക് ഫിഗർ മനസ്സിലെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ആദ്യം മനസ്സിൽ വരുന്ന ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിട്ട് എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് 3 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അവർ തന്ന 3 പോയിന്റ് P-1 P+2. ഓക്കെ, അടുത്ത പോയിന്റ് P × P+1, അടുത്തത് P+1 + P. എന്നിട്ട് ഇത് കൊളീനിയർ എന്ന് പറഞ്ഞിട്ട് ഈ പീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ 3 പോയിന്റും കൊണ്ട് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ അങ്ങ് 0 ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. അങ്ങനെ ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിട്ട് അസ്യൂം ചെയ്യല്ല, 0 എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? പീൻ്റെ ടേംസിൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ നേരത്തെ പീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഹാഫ് ഇൻറ്റു P² - 1 P² + P² + 3P - 2 - P² - 2P - P² - 2P -1 -P² + P ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് P-2 = 0 എന്ന് പറഞ്ഞു കിട്ടും. അതിൽ നിന്ന് പീൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇതാണ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഐറ്റംസ്. ഓക്കെ.